ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ കിടന്ന് നീ ചോര വാർന്ന് ചാവും. ഒരപകടം വരണം. അത്ര ഇത് വാർത്തയിൽ വരൂ. അനങ്ങി പോകരുത്. ഇനി നീ അവിടെ നനങ്ങിയ ഇവളിവിടെ വെടികൊണ്ട് ചത്തു വീഴും. പറഞ്ഞ പോലെ ചെയ്യൂ ഡേവിസ. നിന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്ന ഇവളെ ഇനി എനിക്ക് വേണമെന്നില്ല. പക്ഷേ നീ ഇനി അവിടുന്ന് ഒരടി അനങ്ങിയ എന്റെ കൈകൊണ്ട് ഇവളിവിടെ പിടഞ്ഞു വീഴും. കാരണം ഇത് ഞങ്ങളുടെ അവസാന പോരാട്ടമാടാ. കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലും. തോക്ക് താഴെയാ ഇടാൻ. ഇനി നീ അവിടുന്ന് അനങ്ങരുത്. അനങ്ങിയ ഇവളുടെ തല ഇവിടെ പൊട്ടിത്തെറിക്കും. നിന്നെ ഇപ്പോ ഇവര് ഇവിടെ ഇട്ട് പെരുമാറാൻ പോവാ. പട്ടിയെ തല്ലുന്ന പോലെ ഇവിടെ ഇട്ട് തല്ലാൻ പോവാ. തിരിച്ച് തല്ലില്ല നീ. തല്ലിയാ ഈ വിരലൊന്ന് അമർത്തിയാ മതി. തീർന്നു പോകുവള്. തീർക്കും ഇവളെ ഇവിടെ ഇട്ട് ഞാൻ. അടിയടവനെ അടിച്ച് പദം വരുത്ത. ശിവ, ഡോണ്ടു. തിരിച്ച് തല്ലരുത് നീ ഒരടി അടിച്ചാൽ ഞാൻ ഈ വിരൽ ഇവിടെ അമർത്തും. പിന്നെ തീരും ഇവള്. അടിച്ച് കൊല്ലണേ പട്ടിയെ. ശിവ, എന്നെ കൊന്നോട്ടെ. നീ തിരിച്ചു തല്ല് ശിവ. അനങ്ങില്ല. നീ അനങ്ങിയ ഇവളിവിടെ വെടികൊണ്ട് വീഴും. തല്ലല്ലേ ശിവ. എന്നെ കൊന്നോട്ടെ. നീ തിരിച്ചു തല്ല് ശിവ. അടങ്ങി നിൽക്കണേ അവിടെ. ഇന്ന് അവന്റെ പണിക്കുറ്റം തീർക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത്. അവന്റെ ജീവൻ അവനെ വിട്ടു പോകുന്നത് നിന്നെ കാണിക്കും ഞങ്ങള്. നോക്കി നിൽക്കാതെ തല്ലണം അവനെ. ഇവിടെ കിടന്ന് നീ ചോര വാർന്ന് ചാവും. ഒരപകടം വരണം. അത്ര ഇത് വാർത്തയിൽ വരൂ. നാളെ വരെ ഞങ്ങൾ മാണിക്കോത്തേക്ക്. നിന്റെ ബോഡിയില് നാട്ടു നടപ്പനുസരിച്ച് റീത്ത് വയ്ക്ക. അതില് ഞങ്ങള് വ്യക്തമായിട്ട് എഴുതോടാ. പ്രാമൂട്ടിയല്ല വകയെന്ന്. വാടി ഇങ്ങോട്ട്.
അയ്യോ, ശിവ! 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 എടീ, മിണ്ടാതിരുന്നോ അവിടെ? നിന്നോടല്ലേ പറഞ്ഞു മിണ്ടാതിരിക്കാൻ? നീ എന്താണ് വിചാരിച്ചേ? നീയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നോ? നിവർത്തിയില്ലെങ്കിൽ ആ തോക്കെടുത്ത് പൊട്ടിക്കട്ടെ വിസേ. ഇങ്ങനെ ഒരുത്തി ഇനി പ്ലാമുട്ടി വേണ്ട. ഇതെനിക്കൊരു വാർത്തയാക്കി മാറ്റാൻ ഉദ്ദേശമില്ല റസാഖ്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയയും ഇത് അറിയാനും പാടില്ല. പണവുമായിട്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. മാഡം പണം കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു മുടക്കം ഞാൻ പറയുന്നില്ല. ക്രിമിനൽസിന്റെ ഒരു ഡിമാൻഡും അംഗീകരിക്കരുതെന്നേ ഞാൻ പറയൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാഡത്തിന് അത് ഉൾക്കൊള്ളാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? മാഡം പണം കൊടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നത് പോലെ മാത്രമേ ചെയ്യാവൂ. ഇതിൽ എന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരെ കൈയോടെ പൊക്കുകയും ചെയ്യാം. മാഡം ഇതിലെതിര് പറയരുത്. അവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനോ ഞാൻ ഒരിക്കലും എതിരല്ല റസാഖ്. എന്റെ വിഷ്ണുവേട്ടന്റെ ജീവൻ വെച്ച് ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്റെ വിഷ്ണുവേട്ടനെ എനിക്ക് രക്ഷിക്കണം.